നമസ്കാരം. ഷോൺ ജോർജിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആരോപണങ്ങൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് CPM കാരൻ കെ അനിൽകുമാർ സഖാവ് എത്തിയിരിക്കുന്നു. പൂഞ്ഞാറ്റിൽ മീനച്ചിലാറ്റിൽ പോയി ചൂണ്ടയിടൂ മിസ്റ്റർ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കാനഡയിൽ ഏതോ കമ്പനി ഉണ്ട് എന്നും അത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ചാനലുകളിൽ ബിഗ് ബ്രേക്കിംഗ് നടത്തിയ ആൾ വീണ്ടും അവതരിച്ചിരിക്കുന്നു എന്നും പച്ചക്കള്ളം പറഞ്ഞയാളെ തൊണ്ടി സഹിതം പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാനൊരു ചൂണ്ടയിട്ടതാണ് എന്നും നിങ്ങൾക്ക് ചൂണ്ടയിടാൻ പറ്റിയ സമയമാണ് ഇത് എന്നും മീനച്ചിലാറ്റിൽ നല്ല പുഴമീൻ കിട്ടുമെന്നും ഇന്നത്തെ പൊട്ടാസും GTLO മകനെ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. വിദേശത്തൊരു കമ്പനി അവിടുത്തെ നിയമം പാലിച്ച് ഒരു ബിസിനസ് നടത്തിയാൽ ഇന്ത്യയിൽ എന്ത് ചെയ്യാം? ഉമ്മൻചാണ്ടിയുടെ മകൾ, ചെന്നിത്തലയുടെ മകൻ, മറ്റ് UDF നേതാക്കളുടെ മക്കൾ ഇവരൊക്കെ അതത് രാജ്യത്തെ നിയമപ്രകാരം അവിടെ ബിസിനസ് ചെയ്യുന്നത് ഇന്ത്യയിൽ കുറ്റമാകുമോ? വെറുതെ ലാവ്ലിൻ PYC എന്നെല്ലാം പറഞ്ഞ് വരണ്ടേ? കുഴൽനാടൻ്റെ മാസപ്പടി കേസിലെ വിധി എന്താണ്? ഒരൊറ്റ ചോദ്യം. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ പിണറായി വിജയൻ സർക്കാർ നിയമവിരുദ്ധമായി എന്തെങ്കിലും സഹായം ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ? കുഴൽനാടൻ കേസിൽ കോടതി പറഞ്ഞു ഇല്ല. CMRL കമ്പനിക്ക് കേരള സർക്കാർ യാതൊരു സഹായവും നൽകിയിട്ടില്ല. സത്യത്തിൽ 2016 ഏപ്രിൽ 8-നും CMRL കമ്പനി വക സ്ഥലത്ത് നിന്ന് അവർക്ക് കരിമണൽ വാരാൻ ആന്റണി സർക്കാർ നൽകിയ അനുവാദം സുപ്രീം കോടതി ശരിവച്ചു. 2019 വരെ വാരാമായിരുന്നു. ഒരു തരി മണൽ ഈ സർക്കാരിൻ്റെ കാലത്ത് സ്വകാര്യ മേഖലയ്ക്ക് വാരാനായിട്ടില്ല. അതാണ് സത്യമെന്ന് പറയപ്പെടുന്നു. സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും LDF നയം സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനം തടയുക എന്നതായിരുന്നു. അത് വിശ്വസ്തയോടെ നടപ്പാക്കിയ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുവാൻ കളവ് മെനഞ്ഞവർക്കാണ് കുഴൽനാടൻ കേസിൽ തിരിച്ചടി സംഭവിച്ചത് എന്നാണ് അനിൽകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കിട്ടിയ അടിയുടെ മൂളൽ മാറാത്തവരാണ് പുതിയ കഥയുമായി വരുന്നത് എന്നും ഏതെങ്കിലും കമ്പനിക്ക് അനുകൂലമായിട്ട് കേരള സർക്കാർ തെറ്റായി പ്രവർത്തിച്ചിട്ടില്ല എന്നും ഏതെങ്കിലും വ്യക്തികൾ വിദേശത്തോ സ്വദേശത്തോ ബിസിനസ് നടത്തുന്നതിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കുമെന്നല്ലോ അങ്ങാടിയിൽ തോറ്റ കുഴൽനാടൻ്റെ ഓട്ടക്കുഴലുമായി ഇറങ്ങിയവരോട് ചൂണ്ടയിടാൻ മീനച്ചിലാറ്റിൽ സൗകര്യം കാണുമെന്നാണ് മറുപടിയെന്ന് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സഖാവ് പറയുന്നു. പൂഞ്ഞാറിൽ മീനച്ചിലാറ്റിൽ പോയി ചൂണ്ടയിടൂ മിസ്റ്റർ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കാനഡയിൽ ഏതോ കമ്പനി ഉണ്ടെന്നൊക്കെ അന്വേഷിക്കണമെന്നൊക്കെ പറയുമ്പോഴും ചില സത്യങ്ങൾ കൂടി അതിനകത്തില്ലേ ശ്രീ സഖാവ് അനിൽകുമാർ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പച്ചക്കള്ളമാണ് പറഞ്ഞതെന്ന് നിങ്ങൾ പറയുമ്പോഴും തൊണ്ടി സഹിതം അദ്ദേഹത്തെ, അതായത് ഷോൺ ജോർജിനെ പിടിച്ചു എന്ന് പറയുമ്പോഴും അയാൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു ചൂണ്ടയിട്ടതാണ് എന്ന് പറയുമ്പോഴും ഒക്കെ ഇപ്പോൾ അദ്ദേഹം എറിഞ്ഞത് ചൂണ്ടയാണോ? അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വാദഗതികളെല്ലാം അനിൽകുമാർ പിൻവലിക്കുമോ? ഇവിടെ ആരുടെ മകളോ ആവട്ടെ, ഉമ്മൻചാണ്ടിയുടെ ആവട്ടെ, അല്ലെങ്കിൽ ചെന്നിത്തലയുടെ മകനാവട്ടെ, ആരാണെങ്കിലും, ഏത് UDF നേതാക്കളുടെ മക്കളാണെങ്കിലും അവരൊക്കെ അതത് രാജ്യത്തെ നിയമപ്രകാരം അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇന്ത്യയിൽ അത് കുറ്റമൊന്നുമാകില്ല. പക്ഷേ ഇന്ത്യയിൽ നിന്ന് പണം കടത്തുന്നുണ്ടെങ്കിൽ അത് കുറ്റമാവില്ലേ? ചെയ്യാത്ത ജോലിക്ക് പണം വാങ്ങുന്നുണ്ടെങ്കിൽ അത് കുറ്റമാവില്ലേ? മാസപ്പടി എന്ന് പറയപ്പെടുന്നത് കുറ്റമാവില്ലേ? പിണറായി വിജയനെ ഇങ്ങനെ വെള്ളപൂശാൻ നടക്കുന്ന സമയത്തിന് സഖാവ് അനിൽകുമാർ ചെയ്യേണ്ടത് കുഴൽനാടനെയും ഷോൺ ജോർജിനെയും ഒക്കെ കുറ്റം പറയുമ്പോഴും സ്വന്തം പാർട്ടിക്കാരും പിണറായിയുടെ മകളും ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുകൂടി അറിയേണ്ടതല്ലേ? CMRL കമ്പനിക്ക് ഏകദേശം 40,000 കോടിയുടെ കരിമണൽ വാരൽ ഉണ്ടായിരുന്ന സ്ഥലത്താണ് എത്ര കോടിയാണ് ലാഭം വന്നതെന്നും ബാക്കി കോടികൾ എങ്ങോട്ട് പോയുമെന്നും ആർക്കും അറിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭരിക്കുന്നവർ അതിനു മുമ്പ് കൊടുത്ത സഹായവുമായി ബന്ധപ്പെട്ടിട്ട് മറ്റുള്ള ഗവൺമെൻറ്റിനെയോ മറ്റുള്ള സർക്കാരുകളെയോ കരിവാരി തേച്ചിട്ട് കാര്യമില്ല. അവർ ചെയ്തത് തെറ്റാണെങ്കിൽ തിരുത്തുവാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ജനങ്ങൾ നൽകുന്നത്. എന്തുകൊണ്ട് ആ തെറ്റ് തിരുത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? അങ്ങനെയാണെങ്കിൽ തെറ്റ് ചെയ്തത് UDF സർക്കാരാണ്, കരിമണൽ വാരവാനുള്ള അധികാരം കൊടുത്തത് അവരാണ് എങ്കിൽ അങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുവാനുള്ള ആർജവം ഈ പുതിയ സർക്കാരിന് ഉണ്ടാവേണ്ടതല്ലേ? അതെന്തുകൊണ്ട് കാണിക്കുന്നില്ല? ചെയ്യാത്ത ജോലിക്ക് പണം വാങ്ങുന്ന മകളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്ന അച്ഛനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആരുമല്ലാത്ത CPMൻ്റെ ഒരു മെമ്പർ പോലുമല്ലാത്ത ഒരാളെ സംരക്ഷിക്കുവാൻ വേണ്ടി സഖാവ് അനിൽകുമാറിനെ പോലുള്ളവരും പാർട്ടിയും കാണിക്കുന്ന ഈ വടംവലി എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് കാനഡയിൽ കമ്പനി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആരും യാഥാർത്ഥ്യമൊന്നും ഒരിക്കലും പുറത്ത് പറയില്ലല്ലോ. പറയുന്നതൊന്നും പച്ച കളവുകളാണെങ്കിൽ ആ കളവുകളെക്കുറിച്ച് മാത്രം പറയുകയും ആ കളവിനെ സത്യമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക്
കൊണ്ടുവരികയും ചെയ്യുന്നത് ഈ CPM-ൻ്റെ മാത്രം ഒരു പുതിയ നയമാണോ? തോറ്റുപോകുന്നിടത്ത് ഇങ്ങനെ ചില നുണകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ശരിയാണോ എന്ന് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയാണ് പരിശോധിക്കേണ്ടത്. പരാമർശങ്ങൾ, വിമർശനങ്ങൾ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ വിമർശനങ്ങളും പരാമർശങ്ങളും അതിനെ മറികടക്കുവാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. അത് ശരിയായ വണ്ണം വസ്തുതകൾ നിരത്തി യാഥാർത്ഥ്യബോധത്തോടു കൂടി സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ സത്യം പൊതുസമൂഹത്തെ അറിയിക്കുവാനുള്ള കെൽപ്പുണ്ടാകണം. ഇതൊന്നും സത്യമല്ല എന്നിരിക്കട്ടെ, മാസപ്പടി വിവാദങ്ങളോ മറ്റുള്ള ഒരു കേസുകളും പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ ആരോപണങ്ങളും വെറും ആരോപണങ്ങളാണെന്ന് ഇപ്പോൾ അനിൽകുമാർ സഖാവ് പറയുന്നത് പോലെയാണെങ്കിൽ എന്തിനാണ് ലക്ഷങ്ങളും കോടികളും കൊടുത്ത് വലിയ വക്കീലന്മാരെ ഡൽഹിയിൽ നിന്നിറക്കി ആ വക്കീലന്മാരെ കൊണ്ട് ഇത് വാദിക്കുവാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് മാത്രം പറയൂ. എന്തിനാണ് ഇങ്ങനെ ലക്ഷങ്ങൾ പൊടിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ലക്ഷങ്ങൾ പൊടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ലക്ഷങ്ങളും കോടികളും കളഞ്ഞുകൊണ്ട് വീണാ വിജയനെ രക്ഷിക്കുവാൻ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മകളെ രക്ഷിക്കുവാൻ ഈ പാർട്ടിയും സർക്കാരും ഒക്കെ എന്തിനാണ് അതിൻ്റെ പിറകെ പായുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനകത്ത് യാതൊരു തരത്തിലുള്ള ആരോപണങ്ങൾ മാത്രമാണ് എങ്കിൽ അപ്പോൾ വീണാ വിജയനെ രക്ഷിച്ചെടുക്കണമെന്ന് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ലക്ഷങ്ങൾ മുടക്കി വലിയ വക്കീലന്മാരെ, ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീലന്മാരെ കൊണ്ടുവന്ന് വാദത്തിന് വയ്ക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തെറ്റ് ചെയ്തവൻ മാത്രമേ വെള്ളം കുടിക്കൂ എന്നും മടിയിൽ കനമുള്ളവൻ മാത്രമേ ഭയക്കേണ്ട ആവശ്യമുള്ളൂ വഴിയിലെന്നും പറയപ്പെടുന്ന പിണറായി വിജയൻ മകളെ രക്ഷിക്കാൻ എങ്ങനെയാണെങ്കിൽ കോടികൾ മുടക്കി വലിയ അഭിഭാഷകരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പകരം ഇതെല്ലാം ആരോപണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ പോരെ? നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ കോടതിയിൽ അത് തെളിയിക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ലക്ഷങ്ങൾ പൊടിച്ച് മറ്റുള്ള വലിയ അഭിഭാഷകരെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഈ പറയുന്ന സഖാവ് അനിൽകുമാർ പറയുന്ന പോലെ ഷോൺ ജോർജിൻ്റെ വാദങ്ങളോ മാത്യു കുഴൽനാടൻ്റെ വാദങ്ങളോ ഒക്കെ തള്ളാം. അതൊക്കെ തള്ളിപ്പോയാലും ചെയ്ത തെറ്റ് മനസ്സിനകത്തുള്ളത് കൊണ്ട് തന്നെ ആ കുറ്റബോധത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് പിണറായിയുടെ മകളും. അതായത് അവർ രണ്ടുപേരും ജയിലിനകത്തേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ് ലക്ഷങ്ങൾ സിറ്റിംഗ് ഫീസ് വാങ്ങിക്കുന്ന അഭിഭാഷകരെ കൊണ്ട് കേസ് നടത്തിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. അത് പൊതുസമൂഹത്തിനും അത് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് ഈ അനിൽകുമാറിൻ്റെ ഇത്തരത്തിലുള്ള വെള്ളപൂശലുകളൊന്നും മതിയാവില്ല വീണാ വിജയനും പിണറായി വിജയനെയും രക്ഷിച്ചെടുക്കാൻ.